ഹലോ കൂട്ടുകാരെ, കലാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് എവിടെയാണെന്നുള്ളത്. ഇതെൻ്റെ നാത്തുവിൻ്റെ അമ്മാവൻ്റെ മോളുടെ ഒരു കടയാട്ടോ. വായനശാല ജംഗ്ഷനിലായിട്ടാണ് ഇത് വരുന്നത്. അതായത് അടൂര് പത്തനംതിട്ട റോഡിൽ നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോകുമ്പം റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് കേട്ടോ. ഒരു പപ്സ് കഴിക്കാൻ കരുതി ഞാൻ കയറിപ്പോയതാട്ടോ, ബേക്കറി ഐറ്റംസ് ഒക്കെ കണ്ടുകൊണ്ട്. പക്ഷേ കടയ്ക്കകത്തേക്ക് കയറിയപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടുപോയി കേട്ടോ. അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ആ കുഞ്ഞിരിക്കുന്ന ആരാന്നറിയാവാ, അത് എൻ്റെ നാത്തൂൻ്റെ കുഞ്ഞമ്മ കേട്ടോ. വീഡിയോയിലൊന്നും വരുന്നൊന്നും ആർക്കും ഇഷ്ടമല്ലേ. ഞാൻ പരമാവധി നോക്കി വീഡിയോയിലേക്ക് പങ്കെടുപ്പിക്കാം, പക്ഷെ നടന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് പപ്സ് കഴിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഐസ്ക്രീമിൻ്റെ ബോക്സ് ഇരിക്കുന്ന കണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ അതിനകത്തിൽ സിപ്പപ്പ് ഇരിക്കുന്നു. നമ്മൾ സിപ്പപ്പ് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളതിൽ ഓരോന്നെടുത്തു, അത് കഴിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് വൈനിൻ്റെ ബോട്ടിൽ അവിടെ ഇരിക്കുന്ന കണ്ടത്. അപ്പോൾ കുഞ്ഞമ്മ പറയുമായിരുന്നു ഗ്രേപ്പ് വൈനാണ്, നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് പറയുമായിരുന്നു കേട്ടോ. 250, 310 ആ റേറ്റേ ഉള്ളൂ കേട്ടോ. നമുക്ക് വാങ്ങിക്കാവുന്ന റേറ്റിലൊക്കെ തന്നെ കിട്ടുന്ന സാധനം. അപ്പം അങ്ങനെ അതിലൊരെണ്ണം ഞങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുവാണ്. ഈ ചൂടിന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുക, അതൊന്നും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഷോപ്പിലേക്ക് വരാം. ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ അമർത്തണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പം എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. അതിന് തിരിച്ച് റിപ്ലൈ തരാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.